പുത്രനായ ദൈവം വലിയ അളവിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു കാലഘട്ടം. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ദൈവത്തിന് മാറ്റി കൊടുക്കുകയും നല്ല ഒരു കലോത്സവം കൊടുക്കും. അതുകൊണ്ട് ഈ കൊല്ലം ബൈബിൾ കൺവെൻഷന്റെ ഈ സമാപന ദിവസമായി ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങേണ്ടത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിധിയില്ലാത്ത ഒരു അഭിഷേകവുമായി ആഗ്രഹിച്ചു കരമേത് പറയാമോ? ഹല്ലേലൂയ. ചോദിക്കാനാണ് ദൈവം പറയുക. ചോദിക്കുന്നവർക്കാണ് കർത്താവായ ദൈവം, പിതാവായ ദൈവം, സ്വർഗീയ അപ്പച്ചൻ പരിശുദ്ധാത്മാവിനെ ഭക്ഷിക്കുന്നത്. ഈ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് വചനമാണ് പറയുക. പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെ കുറിച്ച് വചനം പറയുക. എത്ര അധികമായി ആ വാക്കൊന്ന് പറയാമോ? എന്താണ് എന്താ പ്രിയമുള്ളവരെ? എത്ര അധികമായി എന്ന് പറയുമ്പോൾ അതായത് ഒരു പരിധിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന് മാത്രം ഒന്ന് പറഞ്ഞേ. എന്തില്ല? പരിധിയിലാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന് പരിധിയാണ്. വിശ്വസിക്കുന്നവരെ കരമേറ്റ് പറയാമോ? ഹല്ലേലൂയ. ശനിയാഴ്ച തോറുമുള്ള ഏകദിന ബൈബിൾ കൺവെൻഷൻ, അതിന് ശനിയാഴ്ച ഞങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും നല്ല സമയം ഇത് ടെലികാസ്റ്റ് ചെയ്യാറ്. ലോകത്തിന് ഇത് വാങ്ങലിരുന്ന് അനേക ദൈവമക്കളെ ശുശ്രൂഷയിൽ തപ്പിപൂർവ്വം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മാറ്റി കൊടുക്കാമോ? നല്ലൊരു കലോത്സവം കൊടുക്കാം. അങ്ങനെ ഒരു കുടുംബം വീടാവുന്ന ശനിയാഴ്ച തോറുമുള്ള ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ, റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ, നീ അവരുടെ പ്രാർത്ഥന മുറിയിൽ കയറി തിരികൾ കത്തിച്ചു വെച്ച് ഈ മൊബൈൽ ഫോണിലൂടെ ഈ ശനിയാഴ്ച തോറുമുള്ള ഈ റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ ഒരു ശനിയാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് താമ്രമാതാവിന്റെ മാതൃസ്ഥയിലുള്ള പ്രത്യേകമായ ഒരു പ്രാർത്ഥന ശുശ്രൂഷയാണ്. ഒന്ന് കരമേറ്റ് പറയാമോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഈ ശുശ്രൂഷ ആരംഭിച്ചെന്ന് പറഞ്ഞു. അതായത് ഈ കാലഘട്ടത്തിൽ എവിടെയില്ല, ഈ ലോകത്തിന്റെ എവിടെയില്ല പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥതയുടെ നീ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയിലേക്ക് വളരെ വേഗം കർത്താവായ യേശു കടന്നു വരും. കൈയിടിച്ച് ദൈവത്തിന് മാറ്റി കൊടുത്തേ. നല്ല ഒരു കരോഷക്കാർ കൊടുത്തു. ഈ റോഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ നീ താമ്രമാതാവിന്റെ മാതൃസ്ഥതയുള്ള പ്രത്യേകമായ ഒരു ഏകദിന ബൈബിൾ ശുശ്രൂഷയാണ്. അപ്പം ഈ കുടുംബം ഈ ഓൺലൈനിലൂടെ നീ നിങ്ങൾ വീടിന്റെ പ്രാർത്ഥന മുറിയിൽ കയറി തിരികളെ കത്തിച്ചു വെച്ച് മൊബൈൽ ഫോണിലൂടെ ഈ യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷ തത്സമയം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പന്യമ്മയുടെ കണ്ണ് നിറഞ്ഞു കൊടുക്കുക. അവരുടെ ഒരു മകൻ